ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇതിൽ നമ്മൾ 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞത്. ഏകദേശം 10,000 പേരുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബ്ലോക്കുള്ള ഒരു ടൗണാണ് പെരുന്തൽമണ്ണ ടൗൺ. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, അവരുടെ വോളണ്ടിയേഴ്സ് ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അവരുടെ വോളണ്ടിയേഴ്സ് അല്ല ചെയ്തത്, നമ്മുടെ പോലീസ് എല്ലാം കൂടെ കൂടിയിട്ടാണ്. വോളണ്ടിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കേൾക്കില്ല. അപ്പം നല്ല ട്രാഫിക് ഭയങ്കര ജാമായിരുന്നു. നമ്മുടെ DYSP സാർ സഹിതം 11 മണി ആയപ്പോഴത്തേക്കാണ് ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കയറി. അതിനുശേഷം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അല്ലാതെ അവർ പറയുന്നത് പോലെ സ്മൂത്ത് ആയിട്ടൊന്നും അല്ല നമ്മുടെ ടൗൺ കടന്നു പോയത്. അപ്പം നമ്മളിവിടെ അവർ മീറ്റിങ്ങിന് വന്നിരുന്നു. അവർ അതൊക്കെ നല്ല മാന്യമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയത്. ഇന്ന ടൈമിൽ നിർത്താം. അപ്പം ഞാൻ കർശനമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു 10 മണിക്ക് നിർത്തണം. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുകളാണ്. അതുപോലെ അത് ഇപ്പോൾ നമ്മൾ വേറെ പരിപാടിയൊക്കെ 10 മണിക്ക് തന്നെ DJ ഒഴിവാക്കിയിട്ട് 9:55 ക്ലോസ് ചെയ്തപ്പോൾ അപ്പം ഇത് എന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നിരുന്നു. പക്ഷേ നമ്മൾ അത്രത്തോളം ഇന്നലെ തൂതപ്പൂരം നമ്മൾ കറക്റ്റ് 10 മണിക്ക് തന്നെ അവരുടെ എല്ലാം ഒഫീച്ച്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവരോട് നമ്മൾ പറഞ്ഞിരുന്നത് 10 മണിക്ക്. അപ്പോൾ ഇവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അവർ കറക്റ്റായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. അത് 9:30 കഴിയുമ്പോഴേ 9:45 നിർത്തും. അതിനുശേഷം ബാക്കി ഇത്ര ആൾക്കാർ ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം. അങ്ങനെയാണ് നമ്മളും വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ 9:24 ഞാൻ ആദ്യം ഇവരെ വിളിച്ചു. 9:23 വിളിച്ചെടുത്തില്ല, 9:24 വിളിച്ചു. എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എപ്പോൾ നിങ്ങൾ പിന്നെ പ്രോഗ്രാം നിർത്തും. പറഞ്ഞു സാറേ കുറച്ച് എന്തായാലും 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്താതെ അവിടുന്ന് പല ആൾക്കാർ അവിടെ സൗണ്ട് പൊല്യൂഷനാണ്. പ്രത്യേകിച്ച് അവിടെ അൽഷിഫ ഹോസ്പിറ്റലുണ്ട്. പിന്നെ മെയിൻ ബൈപ്പാസ് ആണ്, ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് വന്നു. എങ്കിലും നമ്മൾ പറഞ്ഞത് ഇവർക്ക് പെർമിഷൻ ഉണ്ട്, പിന്നെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 10:06 പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പ്രോഗ്രാം നിർത്തണം, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ സംഗതി സീനാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിക്കേണ്ടി വരും. അങ്ങനെ ഇത്തിരി നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം നിർത്താതെ പിന്നെ 10:10 പിന്നെ വിളിച്ചു. ഞാൻ 10:10 വിളിക്കുന്നത് നമ്മുടെ ആയിഷ ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആയിഷ ജംഗ്ഷൻ വരെ ഇവർ മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരു ഇതായിട്ട് കൊടുത്താണ്. കാരണം ആയിഷ ജംഗ്ഷൻ വരെ സ്പീക്കർ വെക്കാൻ അവർക്ക് പെർമിഷൻ ഉള്ളതല്ല. അങ്ങനെ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടാവും. വോയിസ് റെക്കോർഡിൽ തന്നെ കേൾക്കാൻ ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ ഈ ഇവർ പറയുന്ന പോലെ 3 മിനിറ്റോ 5 മിനിറ്റോ അല്ല ആ പ്രോഗ്രാം നീണ്ടുപോയത്. 10:10 ഞാൻ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 10:15 10:22 ഇവർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ മൈക്ക് ഓഫ് ചെയ്യുന്നത് അതും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാരണം അത് നമ്മൾ പിന്നെ ഒരു മാനുഷ്യ പരിഗണന വെച്ച് കൊടുത്താണ്. കാരണം അത്രയും ഒരു ഭയങ്കര ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൗഡിനുകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഇന്ന ബസ്സുകൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്തോടെ പോയി കഴിഞ്ഞാൽ ഇന്ന ബസ്സേ കയറാം, പാർക്ക് ചെയ്തിരിക്കുന്ന ഇന്ന സ്ഥലത്താണ്, പിന്നെ ഇപ്പം കോഴിക്കോട് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകാം, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് പക്ഷേ അതും എന്താണ് നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷേ അവർ ഡയറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങൾക്ക് അറിയാം, അവർ പറയുന്ന സമയങ്ങൾക്ക് ശേഷം അവർ മൈക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാം 10:22 അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ വീഡിയോ ഞാൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രശ്നമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറകോട്ട് വന്നിട്ട് ചിരിക്കണമെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും എന്താ പറയുന്നത്, ആ ഒരു സ്വാഭാവികമായിട്ട് ഒരു സംഘടനയോ ഒരു പിന്നെ ആളുകളെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നിനെയും നമ്മൾ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം പ്രവണത കാണിച്ചാൽ അത് ആ ഒരു സിംഗിൾ പേഴ്സൺ നമ്മളെ പ്രകോപിപ്പിച്ചപ്പോഴത്തേക്കും അതേപോലെ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്.